പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ മുൻപിൽ, ദൈവവചനത്തിന്റെ മുൻപിൽ ആയിരിക്കാൻ കർത്താവ് നമുക്ക് ഒരുക്കിയ വിലയേറിയ സമയത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ വേറിട്ട് ഇരിക്കുമ്പോൾ ഈ സൂം പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരുമിച്ച് ദൈവത്തിന്റെ വചനം ധ്യാനിക്കാനും മനസ്സിലാക്കാനും നമ്മുടെ ആത്മിക ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്യാനും ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ദൈവമായ കർത്താവ് വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കട്ടെ എന്ന ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ ബഹുമാനിതനായ ദൈവദാസൻ, മറ്റ് പ്രിയമുള്ളവരെ, എബിൻ ബ്രദർ, എല്ലാ പ്രിയമുള്ളവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. നമ്മുടെ തുടർന്നുള്ള ആ സമയത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് ഏറ്റവും പരിചിതമായ ഒരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. 1 ശമൂവേൽ 17-ാം അധ്യായം, 1 Samuel chapter 17 verses 33 to 37. ശൗൽ ദാവീദിനോട്, ഈ ഫെലിസ്ത്യനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ചു, അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫിലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കൊണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെയാകും. ദാവീദ് പിന്നെയും, സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ചെല്ലുക, യഹോവ നിന്നോടുകൂടെ ഇരിക്കും എന്ന് പറഞ്ഞു. മതി. വളരെ പരിചിതമായ ഈ ഭാഗത്ത് നിന്ന് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് വേണ്ടി നാം സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം കാഴ്ചയും കാഴ്ചപ്പാടും എന്നുള്ള ഒരു വിഷയമാണ്. കാഴ്ചയും കാഴ്ചപ്പാടും. വർഷങ്ങൾക്ക് മുമ്പ് ഞാന് എൻ്റെ ലൈഫില് ഓർക്കുന്ന ഒരു സംഭവം പറയാം. എൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ വളരെ ഒരിക്കലും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയ ക്രൈസിസിലൂടെ പോയിട്ടുള്ള ആളാണ് ഞാൻ. അപ്പൊ ഞാൻ പഠിച്ച 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ബ്രോക്കൺ ക്രൈസിസ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ ഒക്കെ പോയ ആളാണ്. അപ്പം ജീവിതത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകളൊന്നും അതിനുള്ള സാധ്യതകളൊന്നും ഇല്ലാത്ത, പ്രതീക്ഷകളൊന്നും ബാക്കിയില്ലാത്ത അങ്ങനത്തെയൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ ചേർച്ചിലുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് അന്ന് എനിക്ക് തോന്നുന്നു 24-23 വയസ്സോ വല്ലതും കാണുമായിരിക്കും. അദ്ദേഹവും ഒരു ചെറിയ ജോലി ചെയ്യുന്നയാളായിരുന്നു. ഞങ്ങളുടെ സെൻട്രൽ കൺവെൻഷൻ നടക്കുന്ന സമയം, സംയുക്ത ആരാധന എല്ലാം കഴിഞ്ഞ് വാർഷിക സൺഡേ സ്കൂൾ PYPA വാർഷിക സമ്മേളനവും കഴിഞ്ഞ് കൺവെൻഷൻ നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് ഞങ്ങൾ എല്ലാവരും നടക്കുമ്പോൾ ഈ മനുഷ്യൻ എൻ്റെ കൂട്ടത്തിൽ നടക്കുകയാണ്. അപ്പൊ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞത്, സജി, നിന്റെ ജീവിതത്തിന്റെ ഇപ്പം നിങ്ങള് ഫാമിലി ആയിട്ട് കടന്നു പോകുന്ന ഭയങ്കര ബ്രോക്കൺ ഈ സാഹചര്യത്തെ നോക്കിയാൽ, നിനക്ക് ഒരുപക്ഷെ പ്രതീക്ഷകളൊന്നും കാണത്തില്ലായിരിക്കും, മുന്നോട്ട് നോക്കാൻ പ്രത്യേകിച്ചൊരു പ്രതീക്ഷ സ്വപ്നങ്ങളൊന്നും കാണത്തില്ലായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. എൻ്റെ ലൈഫില് എനിക്ക് കുറെ പ്രതിസന്ധി ഉണ്ടായിരുന്നു, നിനക്കറിയാവല്ലോ. അതിൻ്റെയൊക്കെ നടുവിലൂടെ പോയപ്പോഴും ഞാനൊരു പ്രതീക്ഷ വെച്ചായിരുന്നു. നമ്മുടെ ലൈഫ് തീരുമാനിക്കുന്ന നമ്മുടെ സാഹചര്യങ്ങളൊന്നും അല്ലെന്നേ. നമ്മുടെ ലൈഫിൽ ദൈവം വെച്ചിരിക്കുന്ന ചില ലക്ഷ്യങ്ങളുണ്ട്. അത് കാണാൻ നമ്മുടെ കണ്ണൊക്കെ ഒന്ന് തുറന്നാല് നമ്മുടെ ലൈഫില് ഭയങ്കരമായിട്ടുള്ള ദൈവിക സ്വപ്നങ്ങള് നമുക്കും ചിന്തിക്കാൻ കഴിയും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ശുഭഭാവി ഉണ്ടാകും.
എന്നൊക്കെ പറഞ്ഞ് ഈ മനുഷ്യൻ ഒരു 15 വയസ്സുള്ള എൻ്റെ മനസ്സിനകത്തേക്ക് വിത്ത് വിതയ്ക്കുന്നത് പോലെ കുറേയധികം പ്രതീക്ഷകളുടെ, സ്വപ്നങ്ങളുടെ, ആം, പ്രത്യാശയുടെ, വെളിച്ചത്തിന്റെ കുറെ വിത്ത് എൻ്റെ അകത്തേക്ക് കാഴ്ചപ്പാടായിട്ട് വിതറിയത് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ആ വ്യക്തിയോടും ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിൽ പലരും എത്തിപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ചില സാഹചര്യങ്ങൾ വാസ്തവത്തിൽ നമ്മുടെ കാഴ്ച അനുസരിച്ച് നോക്കിയാൽ ഒരെത്തും പിടിയും കിട്ടത്തില്ല. ഒരെത്തും പിടിയും കിട്ടത്തില്ല. പക്ഷെ അവിടെയാണ് ഈ കാഴ്ചപ്പാടിന്റെ പ്രസക്തി. കാസർഗോഡ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു മീറ്റിങ്ങിന് വേണ്ടി ഞാൻ ചെന്നപ്പോൾ ഞാനൊരു വ്യക്തിയെ പരിചയപ്പെടുത്തു. ടിറ്റി മാത്യു എന്ന് പറയുന്ന, ഒരുപക്ഷെ നിങ്ങളിൽ ആരെങ്കിലും അറിയായിരിക്കും, ഒരു ക്യാപ്റ്റൻ ആയിരുന്നയാളാണ്. അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങളും ജീവിത ശൈലിയും ഒക്കെ എന്നെ വളരെ വളരെ സ്വാധീനിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് കൂടുതലായിട്ട് സംസാരിച്ചു. അപ്പൊ അദ്ദേഹം കടന്നുപോയ ഭയങ്കര ദുരവസ്ഥകളെ കുറിച്ചും രോഗത്തിന്റെ അവസ്ഥകളെ കുറിച്ചും സാമ്പത്തിക ക്രൈസിസിനെ കുറിച്ചും ഒക്കെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അങ്ങനെ കടന്നുപോയ സാഹചര്യത്തിൽ താൻ പിടിച്ചു നിന്നത് ദൈവം ആശുപത്രി കിടക്കയിൽ വെച്ച് തന്റെ മനസ്സിൽ നൽകിയ ചില വാക്കുകൾ ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത്, ഒരെത്തും പിടിയും കിട്ടാത്ത, ഒരു പ്രതീക്ഷകൾക്കും വകയില്ലാത്ത ഒരു സാഹചര്യത്തിന്റെ നടുവില് അദ്ദേഹത്തോട് ദൈവം സംസാരിക്കുകയാണ്. എന്റെ മുമ്പിൽ വഴികളൊന്നും കാണുന്നില്ലെങ്കിലും, എന്റെ ഭാവിക്ക് വേണ്ടി ഞാനൊന്നും കരുതിയിട്ടില്ലെങ്കിലും, എന്റെ ദൈവം ആഴിയിൽ വഴിയൊരുക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞ ആ വാക്കുകൾ അദ്ദേഹം ഒരു പാട്ടായിട്ട് അദ്ദേഹം എഴുതിയിട്ടും പാടിയിട്ടൊക്കെ ഉണ്ട്. അത് എന്റെ ചിന്തയിൽ എന്തെന്നും അറിയുന്നില്ല, എന്റെ കരങ്ങളിലൊന്നും ഞാൻ കരുതിയിട്ടില്ല, എങ്കിലും എന്നെ നടത്തും. അതാണ് ആ പാട്ടിന്റെ ചില വരികൾ. അതിന്റെ പൂർണ്ണമായ വരികൾ ഭയങ്കര. ഇപ്പൊ ഞാൻ ഓർക്കുകയായിരുന്നു, എന്താണ് നമ്മളെയൊക്കെ പിടിച്ചു നിർത്തുന്നത്? ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ തകർന്നെല്ലാം കൂടെ താഴെ വീഴുമെന്ന് തോന്നുന്ന, ഇല്ലെങ്കിൽ മുന്നോട്ട് എത്ര ശ്രദ്ധിച്ചു നോക്കിയിട്ടും വഴി കാണുന്നില്ല, ഒരു പ്രതീക്ഷ കാണുന്നില്ല, എല്ലാ വഴികളും അടച്ച് മുദ്ര വെച്ചതുപോലത്തെ സാഹചര്യം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നാം എത്തപ്പെട്ടാൽ നമ്മുടെ കാഴ്ച വെച്ച് നോക്കിയാൽ അവിടെ തീരുകയാണ്. കുറച്ചാൾ മുമ്പ് ഇന്ന് പഞ്ചാബിൽ വളരെ ശക്തമായ കർത്താവിനോട് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസൻ, ഞങ്ങൾ സെമിനാരിൽ ഒരു കാലഘട്ടത്തിൽ പഠിച്ചതാണ്. അപ്പം 10-18 വർഷങ്ങൾക്ക് ശേഷം, അല്ല 10-20 വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു, ഞങ്ങൾ തമ്മിൽ കൂടിക്കണ്ടു. നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു. ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തു. അങ്ങനെ പോയ വഴിക്ക് പുള്ളി എന്നോടൊരു കാര്യം പറഞ്ഞു. സഹിച്ചാൻ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരിക്കലൊരു വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന, നമ്മുടെ സെമിനാറിൽ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമ്മൾ തമ്മില് ഒരിടത്ത് ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ച് ഓർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഓർക്കുന്നില്ല. എന്നോട് പറയുകയായിരുന്നു അദ്ദേഹത്തിന്റെ കുറേ പ്രശ്നങ്ങൾ, ഒരു ലിസ്റ്റ് ഉണ്ട്. അതെല്ലാം കൂടെ വെച്ച് സെമിനാരി പഠിത്തം എനിക്ക് പറ്റത്തില്ല, ഇട്ടേച്ച് പോയേക്കാം. അപ്പം ഇട്ടേച്ച് പോവാന്ന് ആരോടെങ്കിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കത്തുമില്ല. അപ്പം നാളെ രാവിലെ എൻ്റെ സാധനങ്ങളും ബാഗും എല്ലാം പാക്ക് ചെയ്ത് ഇവിടുന്ന് ഇറങ്ങി ഒരൊറ്റ പോക്കങ്ങ് പോവാം. വീട്ടിൽ ചെന്നിട്ട് വീട്ടുകാർ കയറ്റിയില്ലെങ്കിൽ അടുത്ത വഴി എന്നാന്ന് വെച്ചാൽ നോക്കുക, പരിചയമുള്ള ആരുടെങ്കിലും അടുത്തേക്ക് പോകുക, എന്തെങ്കിലും ജോലി തപ്പിയെടുത്ത് എന്തെങ്കിലും ജീവിതം കരുപ്പിടിപ്പിക്കാൻ നോക്കുക. ഈ സെമിനാരി പഠിത്തം ഇത് മൊത്തം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടും എൻ്റെ കൂട്ടുകാരെ പോലെ അസൈൻമെന്റ് എഴുതാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ അതുപോലെ മണ്ടനാണ്, എനിക്ക് അത്രയ്ക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട്
നാളെ രാവിലെ സെമിനാരിൽ നിന്ന് പോകാമെന്ന് തീരുമാനിച്ച് ആ മനുഷ്യൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം യാദൃശ്ചികമായിട്ട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ സംഭാഷണത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാട് കിട്ടിയത്രേ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നമ്മളോട് ഓരോരുത്തരോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്, നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ച അത് വളരെ സ്വാഭാവികമാണ്, നാച്ചുറൽ ആണ്. നമ്മുടെ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത് അങ്ങനെയാണ്. നമ്മളെല്ലാം നമ്മുടെ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത് നമ്മൾ കണ്ണിന് കാണുന്നത് വെച്ചാണ്. കുടുംബത്തിന്റെ സാഹചര്യത്തെ വിലയിരുത്തുന്നത്, തലമുറകളുടെ സാഹചര്യത്തെ വിലയിരുത്തുന്നത്, നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന സാഹചര്യങ്ങളെ നമ്മൾ വിലയിരുത്തുന്നതെല്ലാം ഇന്ന് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ്. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, ഈ കാഴ്ചയാലല്ല നമ്മൾ ജീവിക്കേണ്ടത്. ഇതിനപ്പുറത്തേക്ക് ഉയരുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ഇതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ഞങ്ങളുടെ ചേർച്ചില് ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് വളരെ ആകസ്മികമായി ഒരു മനുഷ്യൻ മരിച്ചുപോയി. അദ്ദേഹം വളരെ ചെറുപ്പക്കാരെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മോൻ +2 കഴിഞ്ഞ് അങ്ങനെയുള്ള ഒരു അത്രേ പ്രായമുള്ളൂ മൂത്തയാൾ. അപ്പം ഇദ്ദേഹം പെട്ടെന്ന് ഒരു അസുഖം വന്നു, ആശുപത്രി കൊണ്ടുപോയി. ഏകദേശം ആൾ ഓക്കെ ആയി വന്നു. പക്ഷെ പെട്ടെന്ന് ആളങ്ങ് മരണപ്പെട്ടു. അപ്പൊ ആ സഹോദരിയോട് സംസാരിക്കുമ്പോഴെല്ലാം അപ്പം നമുക്കെല്ലാം സങ്കടമാണ്. ഇനി ആ കുടുംബം എങ്ങനെ സർവൈവ് ചെയ്യും? ഈ കാഴ്ച അനുസരിച്ച് നോക്കിയാൽ നടക്കില്ല. അപ്പൊ പിന്നെ ഓരോരുത്തർ സഹായിക്കും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സഹായിക്കും. പക്ഷെ പുള്ളിക്കാരത്തി ആരോടൊന്നും ചോദിക്കത്തില്ല. അപ്പോ എന്നോട് നമ്മൾ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് എനിക്കൊരു ഫോൺ വരികയാണ്. അപ്പൊ ഈ സഹോദരി അങ്ങേ തലയ്ക്കൊന്ന് ഭയങ്കര പാസ്റ്റർ, ഞാനൊരു സാക്ഷ്യം പറയാൻ വിളിച്ചത്. എന്നാ സിസ്റ്ററെ? പാസ്റ്ററിന് അറിയാമല്ലോ, ഞാൻ ആരോടും പൈസയൊന്നും ചോദിക്കാറില്ല. ആരെങ്കിലുമൊക്കെ സഹായിക്കാറുണ്ട്, നമ്മളെ ദൈവം അങ്ങനെ നടത്താറുണ്ട്. പക്ഷെ പാസ്റ്ററെ, മോന് ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് ഇതിന്റെ എക്സാം എഴുതണം. അപ്പൊ ഇതിന്റെ എക്സാം എഴുതാൻ വേണ്ടി അവന് 12,000 രൂപയുടെ ആവശ്യമുണ്ട്. ഞങ്ങളുടെ കയ്യിൽ അതില്ല. അപ്പം ഇവൻ ഒരു തുണിക്കടയില് ജോലി ചെയ്യാൻ വേണ്ടി പോയി നിൽക്കുക. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് വേണം വാടക കൊടുക്കണം, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, അവന്റെ അനിയന്റെ പഠിത്തമുണ്ട്. ഇതെല്ലാം ഇവന്റെ ഈ ശമ്പളം കൊണ്ടൊന്നും നടക്കുന്നില്ല. അപ്പൊ 12,000 രൂപ എന്ന് പറഞ്ഞാല് ഭയങ്കര എമൗണ്ട് ആണ് അവർക്ക്. അപ്പം ഈ വരുന്ന ദിവസങ്ങളിൽ എക്സാമിന് പോണം, പക്ഷെ പൈസ ഇല്ല. അപ്പോ എന്നോട് പറഞ്ഞ സാക്ഷി ഇതാണ്. ആ കടയില് സാധനം വാങ്ങിക്കാൻ, തുണി വാങ്ങിക്കാൻ ഒരു മനുഷ്യൻ വന്നു. തുണിയെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞപ്പോ ഇവനോട് ചോദിച്ചുടാ, എന്താ നിന്റെ പേരെന്താ? ഇന്നതാൻ. നീ എന്തിനാ ഈ കടയിൽ ജോലി ചെയ്യുന്നത്? നിന്നെ കണ്ടിട്ടൊരു ചെറുപ്പക്കാരനാണല്ലോ, യു ആർ ബെയർലി 18, ഹൗ ഡു യു വർക്ക്, വൈ ഡു യു വർക്ക് ഹിയർ? അപ്പൊ ഇവൻ പറഞ്ഞു, ഞാനിവിടെ വർക്ക് ചെയ്യുന്നതേ ഉള്ളൂ, എന്നാലും ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്നാ നീ വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കുന്നത്? ഞാനിങ്ങനെ, എന്റെ ഫാദർ മരിച്ചുപോയി, അപ്പം പിന്നെ നമ്മൾ ഇറങ്ങിയല്ലേ പറ്റുള്ളൂ. ഈ മനുഷ്യൻ ഇറങ്ങാൻ നേരത്ത് 10,000 രൂപ എടുത്ത് ഇവന്റെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഈ സിസ്റ്ററിനോട്, പാസ്റ്ററെ, എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ആ ഫോണിൽ കൂടെ എന്നോട് പറഞ്ഞ്, എനിക്കറിയാം പാസ്റ്ററെ, ദൂതൻ നേരിട്ട് ഇറങ്ങി വന്ന്, ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ഇറങ്ങി വന്ന് ഞങ്ങളെ നടത്തുന്നത് ഞങ്ങളുടെ അനുഭവമാണ് പാസ്റ്റർ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ശബ്ദം കേട്ടെ. നമ്മുടെ ഈ കാഴ്ചയുണ്ടല്ലോ, അത് ചിലപ്പോഴൊക്കെ ശരിയാണ്, അതിനകത്ത് തെറ്റൊന്നുമില്ല. നമ്മൾ കാണുന്നത് യാഥാർത്ഥ്യമാണ്. ദിസ് ഇസ് ദ ഡെഡ് എൻഡ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ ഡെഡ് എൻഡ് എന്ന് പറയുന്നത് കാഴ്ചയാണെങ്കിൽ, ദൈവത്തിന്റെ കാഴ്ചപ്പാട്, ഇല്ലെങ്കിൽ ദൈവീക കാഴ്ചയിലൂടെ നമ്മൾ കാര്യങ്ങളെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന കാഴ്ചപ്പാട് അത് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന്, ചില സാഹചര്യങ്ങളെ നമ്മൾ കാണുന്നതും ദൈവം കാണുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഇപ്പൊ ശൗലാണെങ്കിലും കൊള്ളാം, പടയാളികളാണെങ്കിലും കൊള്ളാം, അവിടുത്തെ ഭയങ്കര വെൽ ട്രെയിൻഡ് ആയിട്ട് നിൽക്കുന്ന ഈ പറയുന്ന യുദ്ധം അഭ്യസിപ്പിച്ചിട്ടുള്ള ഈ ആൾക്കാരെല്ലാവരും ഇവര് കാണുന്നതാണ്. ഇവര് കാണുന്നത് എന്താണ്? ഇവര് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാല്
17-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്ത് നിന്ന് ഗത്യനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു. അപ്പൊ ഇവര് കാണുന്ന കാഴ്ചയുടെ വിശദീകരണം കേട്ടോ. അവൻ 6 മുഴവും 1 ചാണും നെടുപ്പമുള്ളവനായിരുന്നു. അവന് തലയിൽ ഒരു താമ്ര ശിരസ്ത്രം ഉണ്ടായിരുന്നു. അവൻ 5000 ശേക്കൽ തൂക്കമുള്ള ഒരു താമ്ര കവചവും ധരിച്ചിരുന്നു. അവന് താമ്രം കൊണ്ടുള്ള കാൽച്ചട്ടയും ചുമലിൽ താമ്രം കൊണ്ടുള്ള ഒരു വേലും ഉണ്ടായിരുന്നു. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പുതടി പോലെ ആയിരുന്നു. കുന്തത്തിന്റെ അലക 600 ശേക്കൽ ഇരുമ്പായിരുന്നു. ഒരു പരിചക്കാരൻ അവന്റെ മുമ്പേ നടന്നു. എന്നെ കാഴ്ചയാണെന്നറിയാവോ? ഭീകരമായ കാഴ്ചയാണ്. അവന്റെ 5000 ശേക്കൽ തൂക്കമുള്ള താമ്ര കവചം. അത് പിന്നീട് തൂക്കി നോക്കിയിട്ടായിരിക്കും ഇവിടെ എഴുതിയിരിക്കുന്നത്, പിന്നീട് റെക്കോർഡ് ചെയ്തതായിരിക്കാം. പക്ഷെ ഇവിടെ നിന്ന് സകല ആൾക്കാരും കണ്ടത് അവന്റെ പൊക്കം, അവന്റെ ആയുധങ്ങൾ, അവന്റെ ആയുധത്തിന്റെ മൂർച്ച, അവൻ വിളിച്ചു പറയുന്ന ഭീകരമായ വാക്കുകൾ, അവന്റെ വലിപ്പം, ഇതെല്ലാമാണ് കണ്ടത്. ആ കണ്ടതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല, കറക്റ്റാണ്. ആ കാഴ്ച കറക്റ്റാണ്. പക്ഷേ ട്രെയിൻഡ് ആയിട്ടുള്ള, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള യോദ്ധാക്കൾ പോലും ഈ ഭീതിപ്പെടുത്തുന്ന കാഴ്ച മാത്രം കണ്ടു എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു കാഴ്ചപ്പാട് കാണാൻ ഇവർക്ക് ആർക്കും സാധിച്ചില്ല. അതിന് ഒരു യുദ്ധാഭ്യാസവും ഇല്ലാത്ത ഒരു പയ്യൻ, അവൻ നന്നേ ബാലനും, അവൻ ഭയങ്കരമായിട്ട് ബാലനാണ്. ചെറിയൊരു പയ്യൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം, ഒരു കൗമാരക്കാരൻ എന്ന് വിളിക്കാം. അവൻ തീരെ ബാലനും, 42-ാം വാക്യം, അവൻ തീരെ ബാലനും പവിഴ നിറമുള്ളവനും കോമള രൂപനുമായിരുന്നു. എന്ന് വെച്ചാൽ ഒരു 15-16 വയസ്സുള്ള ബാലകൻ എന്ന് വേണമെങ്കിൽ വിചാരിച്ചോ. അവന് മസിൽസ് ഇല്ല, അവൻ കോമള രൂപമാണ്, അവൻ ബാലനാണ്. അവന് സാധാരണ ആളുകളെ കാണുന്ന പോലെ മുഖത്ത് ഭയങ്കര യോദ്ധാവിന്റെ ലുക്കൊന്നുമില്ല. പക്ഷെ ഇവനൊരു വ്യത്യസ്തതയുണ്ട് കേട്ടോ. ഇവന്റെ വ്യത്യസ്തത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആടുകളെ മേയ്ക്കാൻ വിട്ടപ്പോൾ ആടുകളെ മേയാൻ വിട്ടേച്ച് ഇവനൊരു മരത്തിന്റെ ചോട്ടിലിരുന്നേച്ച് പറയുകയാണ്, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ നടത്തുന്ന ദൈവം സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തും, എന്റെ പ്രാണനെ തണുപ്പിക്കും, ശത്രുക്കളുടെ മുമ്പിൽ മേശയൊരുക്കും. ഇവന്റെ കാഴ്ചപ്പാട് ഈ ആടിന്റെ ചുറ്റിപ്പറ്റിയുള്ള ആ കാടും, ഇല്ലെങ്കിൽ അവിടുത്തെ ചൂടും, അവിടുത്തെ വെയിലും, അവിടുത്തെ പരിക്ഷീണിതമായ അവസ്ഥയും, ഇതോടെ എന്റെ ജീവിതം തീരുക എന്നുള്ള വിലാപങ്ങളും. ഇവനൊരു വ്യത്യസ്തതയുണ്ട്. ഇവന്റെ കാഴ്ച യാഥാർത്ഥ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് വളരുന്ന കാഴ്ചപ്പാടാണ്. ഇന്ന് രാത്രി നമ്മള് ചില സാഹചര്യങ്ങളെ കണ്ടിട്ട് വേദനപ്പെടുന്ന ദൈവപൈതലെ, യാഥാർത്ഥ്യങ്ങളെ ചൊല്ലി മുന്നോട്ടൊരു വഴിയും കാണാതിരിക്കുന്ന ദൈവപൈതലെ, ഇനിയും എന്ത് ചെയ്യണം എന്ന് ഒരു രൂപരേഖയും ഇല്ലാതിരിക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മളോട് പറയാനുള്ളത്, നമ്മുടെ കണ്ണുകൾ മാത്രമല്ല, നമ്മുടെ ആത്മീകമായൊരു ഹൃദയ ദൃഷ്ടിയും കൂടെ അങ്ങ് പ്രകാശിപ്പിക്കുമ്പം നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് പിന്നെ ദൈവത്തിന്റെ പെർസ്പെക്റ്റീവ്, ദൈവം കാണുന്നത് പോലെ ഒന്ന് കാണാൻ, ദൈവം ചിന്തിക്കുന്നത് പോലെ ഒന്ന് ചിന്തിക്കാൻ, ദൈവികമായിട്ട് സാഹചര്യങ്ങളെ വിലയിരുത്താൻ. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ഇട്ടാവട്ടത്തിന്റെ അപ്പുറത്തേക്ക് നമ്മെ നടത്തുന്ന കൈ കാണാൻ. സങ്കീർത്തനക്കാരൻ കണ്ടതുപോലെ മുൻപ് അടച്ചു വെച്ചിരിക്കുക, മുൻപും പിൻപും അടഞ്ഞു, മുൻപും പിൻപും അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ. അപ്പം മുൻവശത്തേക്ക് നോക്കിയാൽ ഒന്നും കാണാൻ പറ്റുന്നില്ല, പുറകോട്ട് നോക്കിയാൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. എനിക്ക് മേളിലേക്ക് നോക്കാനൊരു ഇടമുണ്ട്. മേളിലേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് എന്നാ? അവിടെ ദൈവത്തിന്റെ കൈയാണ് ഞാൻ കാണുന്നത്. അപ്പൊ എനിക്ക് പോക്കടമില്ലെന്നും നോക്കാൻ ഇടമില്ലെന്നും എന്നെ സഹായിക്കാൻ ആരുമില്ലെന്നും അതല്ല, മുമ്പും പിൻപും നോക്കിയാൽ എനിക്ക് ഒന്നുമില്ലെന്നുള്ളത് കാഴ്ചയാണ്. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടാണ്, ഉയരത്തിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ദൈവത്തിന്റെ ഒരു കരം എനിക്ക് അവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളത്. അപ്പം നമ്മുടെ കാഴ്ചകളെ അതിജീവിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഇന്ന് രാത്രി ദൈവം നമ്മിൽ നിക്ഷേപിക്കുവാൻ
ആഗ്രഹിക്കുന്നു എന്നതാണ് ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് കൈമാറുന്നത്. ഇപ്പം നിങ്ങളൊന്ന് ഉദാഹരണത്തിന് ചിന്തിച്ചു നോക്കി. ഒരു ദിവസം രാവിലെ എലീശയുടെ ശിഷ്യൻ നേരെ എഴുന്നേറ്റ് കൂടാരത്തിന് പുറത്തേക്ക് വന്നപ്പം കാഴ്ചയാണ്. പുള്ളി കാണുന്നത് ആരാം സൈന്യം ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയല്ലേ. അവരുടെ രഥങ്ങള്, സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്ന വാള്, അവരുടെ പുതിയ പരിച, ഇല്ലെങ്കിൽ അവരുടെ വാളിന്റെ മൂർച്ച, അവര് ആക്രോശിക്കുന്ന വാക്കുകൾ, കാഴ്ചയാണത്. അതിനകത്ത് നിഷേധിക്കാൻ ഒക്കത്തില്ല. അത് കറക്റ്റാണ്, അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതേ കാണാൻ പറ്റുന്നുള്ളൂ, അത്രേ പറ്റുന്നുള്ളൂ. അവിടെ വെച്ച് ആ കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര നിരാശപ്പെടുത്തുന്ന, ഭീകരമായ, ഭീതിപ്പെടുത്തുന്ന, എല്ലാ പ്രതീക്ഷകളെയും തല്ലിക്കെടുത്തുന്ന, സകല പ്രത്യാശകളെ ഇല്ലാതാക്കുന്ന, ഇരുട്ട് മൂടുന്ന അതാണ്. പക്ഷെ പ്രവാചകൻ പുറത്തേക്ക് ഇറങ്ങി വന്നേച്ച് പ്രവാചകൻ ഇത് കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടു. പക്ഷെ പ്രവാചകൻ കാണുന്നത് ഈ റേഞ്ചിലല്ല, ഇതിന്റെ അപ്പുറത്ത്. നമ്മൾ പറയത്തില്ലേ, ചക്രവാള സീമകൾക്ക് അപ്പുറത്തേക്ക് കാണാൻ എനിക്ക് സാധിക്കുമ്പോഴാണ് ഞാൻ സ്വർഗീയമായ ദർശനങ്ങളിലേക്ക് ഉയരുന്നത്. പത്മോസ് ദ്വീപിന്റെ കാഴ്ചകൾ അത് ഭീകരമാണ്, അത് ഭീതി ഉണ്ടാക്കുന്നതാണ്, അത് തിരമാലകളുടെ ശബ്ദമാണ്, അവിടെ വിഷജന്തുക്കളാണ്, ഇല്ലെങ്കിൽ ഇഴജന്തുക്കളാണ്, ഏകാന്തതയാണ്, എല്ലാം യാഥാർത്ഥ്യമാണ്. പക്ഷേ കർത്തൃ ദിവസം വന്നപ്പോൾ ഈ കാഴ്ചകളെ കവിയുന്ന, ഇതിനെ 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 ഓവർകം ചെയ്യുന്ന, ഇതിനെ കവച്ചു വെക്കുന്ന, ഇതിന്റെ അപ്പുറത്തേക്ക് വളരുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് യോഹന്നാൻ അങ്ങ് നിമഞ്ജനം ചെയ്തു. യോഹന്നാൻ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് യോഹന്നാൻ ട്രാൻസിഷൻ ഉണ്ടായി. അപ്പോഴാണ് താൻ കേൾക്കുന്ന ശബ്ദം തിരമാലകളുടെ അലർച്ചയല്ല കേൾക്കുന്നത്, വന്യമൃഗങ്ങളുടെ അലർച്ചയല്ല കേൾക്കുന്നത്, കഴുകൻ പറക്കുന്നതല്ല കാണുന്നത്. താൻ എന്നോട് സംസാരിക്കുന്ന നാദം, കർത്താവിന്റെ നാദം ഇതാണ്: ഞാൻ ആൽഫയും ഒമേഗയും, ആദ്യനും അന്തിനുമാകുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്. ഡൊമീഷ്യൻ കൈസർ എന്നെ മരണത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. സ്ലോ ഡെത്ത് ആണ് ഇനി എനിക്കുള്ളത്. ഇവിടെ വെച്ച് എന്റെ ജീവിതം തീരും. ഇതൊക്കെ പ്ലാനാണ്, മനുഷ്യന്റെ പ്ലാനാണ്, സ്ട്രാറ്റജിയാണ്. ഡെഡ് എൻഡിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. പക്ഷെ ഇതിന്റെ അപ്പുറത്തൊരു നാദം കേൾപ്പാൻ നമ്മുടെ കാതുകൾ തുറക്കട്ടെ. ഇതിന്റെ അപ്പുറത്തേക്ക് നാം തിരിഞ്ഞ്, എന്നോട് സംസാരിക്കുന്ന നാദം കേൾപ്പാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലകൾക്ക് നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയ മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, ഉലയിൽ ചുട്ടുകൊഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശമായ കാലുകളുള്ളവൻ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ, സൂര്യൻ പ്രകാശിക്കുന്ന പോലെ മുഖമുള്ളവൻ. ഇന്ന് രാത്രി നമ്മൾ ഇരിക്കുന്നിടത്ത് വന്ന് നിൽക്കുന്നതൊക്കെ കാണാൻ അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ കണ്ണുകളിൽ ദൈവം പതിപ്പിക്കുമ്പോൾ, പ്രിയ ദൈവമക്കളെ, നമ്മൾ വളരും. കാഴ്ചകൾക്കപ്പുറത്തേക്ക് വളരും, ചിന്തകൾക്കപ്പുറത്തേക്ക് വളരും, മാനുഷികമായ കൺക്ലൂഷൻസിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഉയർന്ന് ആത്മീകമായി വളർന്ന് നമ്മുടെ കാഴ്ചയ്ക്കപ്പുറത്തേക്കുള്ള കാഴ്ചപ്പാടിനെ വർദ്ധിപ്പിക്കുവാൻ കഴിയും. അങ്ങനെ ആയപ്പോൾ യോഹന്നാൻ ഒരു കാര്യം മനസ്സിലായി: എന്റെ ഡെഡ് എൻഡ് തീരുമാനിക്കുന്ന ഡൊമീഷ്യൻ കൈസർ ഒന്നുമല്ല, എന്റെ ഡെഡ് എൻഡ് തീരുമാനിക്കുന്ന എന്റെ ചുറ്റുമുള്ള സാഹചര്യം ഒന്നുമല്ല, എന്റെ ദൈവമാണ്. അവിടെ ആ പത്മോസ് ദ്വീപിൽ ഇറങ്ങി വന്ന ദൈവം, കർത്താവ് പറഞ്ഞതാണ്: എന്റെ കയ്യിൽ നിന്റെ ഭാവിയുടെ, ജീവിതത്തിന്റെ, മരണത്തിന്റെ, നിത്യതയുടെ താക്കോലുണ്ട് എന്ന് അരുളി ചെയ്യുകയാണ്. അപ്പൊ ഇത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. എലീശ പ്രവാചകൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ താൻ കണ്ടത് അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും കൊണ്ട് പർവ്വതം മുഴുവനും നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് താൻ കാണുന്നത്. അപ്പം നിരാശപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ആ പാദപീഠത്തിലേക്ക് അർപ്പിക്കാൻ കഴിയുന്നതിന്റെ പേരല്ലേ ആത്മീയ കാഴ്ചപ്പാട്. ഉറ്റുനോക്കാൻ പോയ 10 പേരും വന്ന് പറഞ്ഞത് കാഴ്ചയായിരുന്നു. അവര് പറഞ്ഞത്, ഞങ്ങളവിടെ അനാക്യ മലന്മാരെ കണ്ടു. കാഴ്ചയാണ്. അവിടെ പാലും തേനും ഒഴുകുന്ന ദേശമാണ്. പക്ഷെ ആ ദേശം കീഴടക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ എത്ര പരിശ്രമിച്ചെന്ന് വന്നാലും ആ ദേശം കീഴടക്കാൻ നമുക്ക് പറ്റില്ല. കാഴ്ചയാണ്. അവിടെ അവരുടെ മുമ്പിൽ വെട്ടുക്കിളികളെ പോലെ ഞങ്ങൾക്ക് തന്നെ തോന്നി. കാഴ്ചയാണ്. പക്ഷെ കാഴ്ചപ്പാടാണ്
യോശുവയും കാലേബും പറഞ്ഞത് ഈ പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷെ കർത്താവ് നമ്മുടെ, ദാറ്റ് മേക്സ് ഓൾ ദ ഡിഫറൻസ്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവിടെ കംപ്ലീറ്റ് ചേഞ്ചാണ്, കംപ്ലീറ്റ് ചേഞ്ചാണ്. സ്തോത്രം. ഈ സംഗീത ഉപകരണങ്ങളിൽ നമ്മളെല്ലാം വളരെ ആസ്വദിക്കുന്ന ഒരു സംഗീത ഉപകരണമാണല്ലോ വയലിൻ. വയലിൻ വായനയിൽ ഏറ്റവും അഗ്രഗണ്യനായ ഒരു മനുഷ്യൻ നിക്കോളാസ് പാഗനിനി. അദ്ദേഹം വയലിനിൽ പുതിയ കൺസെപ്റ്റുകൾ തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സകല ഓഡിയൻസിനെയും, തന്നെ ആരാധിക്കുന്ന ആരാധകർ, തന്റെ പാട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾ, അപ്പൊ അവരെ എല്ലാവരെയും കൂടെ ഒരു ഓഡിറ്റോറിയത്തിൽ വിളിച്ചു കൂട്ടണമെന്നും അവരുടെ മുമ്പിൽ ഒരു പെർഫോമൻസ് ചെയ്യണമെന്നും തന്റെ ജീവിതത്തിന്റെ അഭിലാഷമായിരുന്നു. അതിനുവേണ്ടി താൻ ഫണ്ട് റേസ് ചെയ്തു, വർഷങ്ങളോളം പ്ലാൻ ചെയ്തു. ഒടുവിൽ ആ ദിവസം വന്നെത്തി. ഭയങ്കര വലിയ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു. അത് മുഴുവനും ഫുള്ളി പാക്ഡ് ആയിട്ട് ആളുകൾ വന്നു ചേർന്നു. ഈ പ്രോഗ്രാമിന് വേണ്ടി ഇദ്ദേഹം ഒരു പുതിയ വയലിൻ വാങ്ങി, അതിനെ ട്യൂൺ ചെയ്തെടുത്തു. ജനങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഇദ്ദേഹത്തിന്റെ പാട്ട് തന്നെ ഇദ്ദേഹം വായിച്ചു തുടങ്ങി. ഒന്നാമത്തെ പാട്ട് വായിച്ചു തുടങ്ങിയതാണ്. വായന കുറച്ചങ്ങ് മുന്നോട്ട് പോയപ്പോഴാണ് ഒരു സത്യം, ഒരു ഞെട്ടലോടെ ഒരു സത്യം താൻ തിരിച്ചറിഞ്ഞത്. വായിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇതിന്റെ ഒരു കമ്പി പൊട്ടിപ്പോയി. അപ്പൊ ബാക്കിയുള്ള 3 കമ്പിയിൽ ഇദ്ദേഹം വായന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചില മിനിറ്റുകൾ കഴിഞ്ഞില്ല, അടുത്ത കമ്പിയും പൊട്ടി. ഇദ്ദേഹത്തിന് വായന നിർത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ഷെയിമാവും. ആ സിറ്റുവേഷൻ മൊത്തം ഇതായിപ്പോ. അദ്ദേഹം വായന തുടർന്നു. അവസാനം ഈ പാട്ട് അദ്ദേഹം വായിച്ച് അവസാനിപ്പിക്കുന്നത് ഒറ്റ കമ്പിയിലാണ്. പക്ഷെ ഈ ഇൻസിഡന്റിനെ കുറിച്ച് വായിക്കുമ്പം നമ്മളവിടെ വായിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഈ കൂടി വന്ന ജനം മുഴുവനും ഈ പാട്ട് ആസ്വദിക്കുന്നതിന്റെ ഇടയ്ക്ക് 3 കമ്പികൾ പൊട്ടിപ്പോയത് അവർ അറിഞ്ഞില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ സ്കില്ല്, കാരണം വയലിൻ വായനയിൽ പുതിയ പുതിയ കൺസെപ്റ്റുകൾ കൊണ്ടുവന്നയാളാണ്. അപ്പൊ ആ ഒരൊറ്റ കമ്പിയിൽ ഇദ്ദേഹം വായിച്ചത് പോലും ആളുകൾക്ക് ഭയങ്കര ആസ്വാദനമായിട്ട് മാറി. ആ പാട്ട് കഴിഞ്ഞപ്പോ എല്ലാവരും കൂടെ പറഞ്ഞു, അതൊന്നും കൂടെ ഈ പാട്ട് തന്നെ ഒന്നും കൂടെ വായിക്കണമെന്ന് വിളിച്ചു പറഞ്ഞു എന്നാണ് ഈ ഇൻസിഡന്റ് പറയുന്നത്. അതായത് നമ്മള് ഇരിക്കുന്നത് സർവശക്തന്റെ കരങ്ങളിലാണെങ്കിൽ, നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സർവശക്തനായ ദൈവമാണെങ്കിൽ, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയവനും സകലത്തിന്റെയും ഉടയവനും ഒറ്റ വാക്കുകൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് എല്ലാത്തിനെയും വിളിച്ചു വരുത്തിയവനുമായ ദൈവമാണ് നമ്മിൽ തന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ, പൊട്ടട്ടെ, തകരട്ടെ, ആ ബാക്ക്ഗ്രൗണ്ടും ആ നിൽക്കുന്ന അടിസ്ഥാനവും എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയാലും, എല്ലാം തകർന്നാലും എൻ്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി എനിക്ക്. നിലംപരി ചാകില്ല. രാത്രി പരിശുദ്ധാത്മാവ് ആ വ്യക്തി ജീവിതത്തെ തൊട്ട് സംസാരിക്കുകയാണ്. നിലംപരി ചാകില്ല. കാരണം ഒരുവൻ ആ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. കീഴെ ശാശ്വത ഭുജങ്ങൾ ഉള്ളിടത്തോളം നിലംപരി ചാകില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുക, നിലംപരി ചാവില്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നിലംപരി ചാവില്ല. അതിന് ദൈവം സമ്മതിക്കില്ല. അത് കാഴ്ചപ്പാടാണ് കേട്ടോ. ഇന്ന് രാത്രി അത് പിടിച്ചോണം. ആ കാഴ്ച അവിടെ നിൽക്കട്ടെ. ആ കാഴ്ചയെല്ലാം യാഥാർത്ഥ്യമാണെന്ന് സമ്മതിച്ചു. അത് കാണുന്ന എല്ലാവരും പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ സമ്മതിച്ചു. അതൊക്കെ യാഥാർത്ഥ്യമാണ്. എന്നാൽ ദൈവവചനം സംബന്ധിച്ച് ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പക്ഷേ എന്നൊരു പദമുണ്ട്. പക്ഷേ എന്നൊരു പദമുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാന് BD പഠനം കഴിഞ്ഞ്
ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം എനിക്ക് MTH പഠനത്തിന്, ഹയർ സ്റ്റഡീസിന് പോകാൻ വേണ്ടി ഒരാഗ്രഹം ഉണ്ടായി. അപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഓർഗനൈസേഷൻ എന്നെ സ്പോൺസർ ചെയ്യാമെന്ന് വാക്ക് പറഞ്ഞിരുന്നു. കൃത്യസമയം വന്നപ്പോൾ അവര് പിന്മാറി. അപ്പം എനിക്ക് പോകാൻ യാതൊരു വഴിയുമില്ല. അപ്പൊ ദൈവം ഒരു വഴി തുറന്നു. അങ്ങനെ ഞാൻ അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ എടുത്തപ്പോൾ ഞാൻ പഠിക്കുന്ന ആ സ്ഥാപനത്തില് അതിന്റെ അകത്ത് താമസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പുറത്ത് താമസിച്ചാലും കുഴപ്പമില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കറിയാവുന്ന ഒരു ഫാമിലി ഉണ്ട് കോട്ടയത്ത്. ഞാൻ അവിടെ നേരത്തെ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിച്ചിട്ടുണ്ട്. അവർക്ക് എന്നോട് ഭയങ്കര അവർക്കെന്ന് പറഞ്ഞാൽ ഒരു അമ്മച്ചി. ആ അമ്മച്ചിക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ ഞാൻ അമ്മച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അമ്മച്ചി പറഞ്ഞു, എടാ നീ ഇങ്ങ് പോരടാ, ഞാൻ തരാം നിനക്ക് ഫുഡും അക്കോമഡേഷനും, നീ ഇവിടെ താമസിച്ച പൊക്കോ, എല്ലാ ദിവസവും പോയി ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് പോരെന്ന് പറഞ്ഞു. എനിക്കും ഭയങ്കര സന്തോഷം. അങ്ങനെ ചെന്നു, താമസം തുടങ്ങി, അഡ്മിഷൻ എടുത്തു, നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. 1 മാസം, 2 മാസം, 3-ാമത്തെ മാസത്തിലേക്ക് കയറിയപ്പോൾ അവിടെ ഒരു റൂം ഒഴിഞ്ഞു. അപ്പൊ റൂമിലേക്ക് ഞാൻ മാറണം. അപ്പൊ അവിടുത്തെ മേലധികാരി എന്നോട് പറഞ്ഞു, ദേ ഇങ്ങനെ ഒരു റൂം വേക്കന്റ് ആയിട്ടുണ്ട്, നീ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു, അല്ല വേറെ പലരും ഉണ്ടല്ലോ, ആരെങ്കിലും ഷിഫ്റ്റ് ചെയ്താൽ പോരെ, ഞാൻ തന്നെ. നീ തന്നെ ഷിഫ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു, അല്ല അങ്ങനെ പറയരുത്, എനിക്കിപ്പോ അതിനുള്ള സാഹചര്യമില്ല. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, 2 ആഴ്ചക്കകത്ത് നീ ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഈ മാസം ഇതിന്റെ അകത്ത് നീ ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്യും. റിമെമ്പർ, നീ ഒരു ഫുൾ ടൈം സ്റ്റുഡന്റ് ആണ്, പുറത്ത് താമസിക്കാൻ അലൗഡ് അല്ല, ഇവിടുത്തെ സാഹചര്യം കൊണ്ട് അനുവദിച്ചു എന്നേ ഉള്ളൂ, റൂം ഒഴിഞ്ഞു, അകത്തേക്ക് വന്നേ പറ്റുള്ളൂ. അപ്പൊ അവിടെ വേറെ അപ്പീലൊന്നുമില്ല. പുള്ളി അത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അങ്ങനെ ചെയ്യുകയും ചെയ്യും. പെട്ടെന്ന് ഞാൻ ഈ ചൂടുവെള്ളത്തിൽ ചാടിയ പോലത്തെ ഒരു അവസ്ഥയായി. കാരണം നമുക്ക് വേറെ ഒരു നോക്കാൻ ഒരിടവുമില്ല. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ്. നമുക്ക് വേറെ ഒരു സോഴ്സും ഇല്ല. അപ്പൊ ഞാൻ ദൈവസ്ഥലിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. ഈ നീഡ് വെച്ചാ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഒരു കാഴ്ച കാണുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഞാനിങ്ങനെ ഒരു വടം വലിച്ചു കെട്ടിക്കുന്നതിന്റെ മേളിൽ കൂടെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നടക്കുക. ഞാൻ പേടിച്ചു പോയി, കാരണം താഴെ വീണാൽ അഗാധമായ കൊക്കെ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ ഈ കണ്ട കാഴ്ചയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഞാൻ പെട്ടെന്ന് കണ്ണൊക്കെ തുറന്ന് ഞാൻ പെട്ടെന്ന് വചനമൊക്കെ വായിച്ച്, കാരണം ആ കാഴ്ച എന്നെ ഭീതിപ്പെടുത്തി കളഞ്ഞു. അപ്പൊ കുറച്ച് വചനമൊക്കെ വായിച്ചു കഴിഞ്ഞ് പിന്നെ ഞാൻ ഒന്നും കൂടെ പ്രാർത്ഥിക്കായിരുന്നപ്പോൾ ഇതേ കാഴ്ച തന്നെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ കാഴ്ച ഫുൾ അങ്ങ് കണ്ടേക്കാം. അപ്പൊ ഞാൻ കാണുന്നത് എങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ നടക്കുന്നു, ഭയങ്കര ഭീതിയാണ്, താഴെ വീണാ തീർന്നു. അങ്ങനെ നടക്കുമ്പോഴാണ് ഞാൻ ഒരു ശബ്ദം കേൾക്കുന്നത്, നീ മേളിലേക്ക് നോക്ക്. അപ്പൊ മേളിലേക്ക് നോക്കുമ്പോ എന്റെ ശരീരത്തിന്റെ 4 ഇരട്ടി വലിപ്പമുള്ള ഒരു കൈ എന്റെ ഇടത്തെ കൈ പിടിച്ച് എന്നെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നീ താഴേക്ക് നോക്കാൻ പറഞ്ഞു. ഞാൻ താഴേക്ക് നോക്കിയപ്പോ എന്റെ ശരീരത്തിന്റെ 4 ഇരട്ടി വലിപ്പമുള്ള ഒരു കൈ ഇങ്ങനെ താഴെ വിരിച്ചു പിടിച്ചിരിക്കുക. എന്നിട്ട് ആ ശബ്ദം പറഞ്ഞതാണ്, നീ വീഴത്തില്ല, കാരണം നിന്റെ കൈ ഞാൻ പിടിച്ചിട്ടുണ്ട്. അഥവാ വീഴുകയാണെങ്കിലും ശാശ്വത ഭുജം ഞാൻ താഴെ വിരിച്ചു പിടിച്ചിട്ടുണ്ട്. പോരെ, പിന്നെ എന്ത് വേണം? ആ പ്രാർത്ഥന നിർത്തി ഞാൻ എഴുന്നേറ്റു. എനിക്ക് അറിയാവുന്ന പോലെ ഒരു പേപ്പർ ഞാനത് വരച്ചു. ആ പേപ്പർ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാൻ 2004 കാര്യമാണ് പറഞ്ഞത്. ആ പേപ്പർ ഞാൻ വരച്ച് കർത്താവിന്റെ വാല് കൈവച്ച് പ്രാർത്ഥിച്ച്, ഞാനോ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നൊക്കെ പറഞ്ഞ പോലെ. അതൊരു ഉച്ച കഴിഞ്ഞ സമയമാണ്. ഒരു 4 മണിയൊക്കെ ആയപ്പം എനിക്കൊരു കോള് വന്നു. അപ്പൊ എനിക്ക് അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു വിദേശ രാജ്യത്ത് നിന്നാണ് എന്നെ വിളിക്കുന്നത്. അപ്പം ആ വീട്ടിലെ ലാൻഡ് ഫോണിലാണ് വിളിക്കുന്നത്. എനിക്കറിയാവുന്ന ആളായതുകൊണ്ട് ലാൻഡ് ഫോണും പുള്ളിക്കറിയാം. എന്നെ വിളിച്ചിട്ട് പറയാണ്, സജി ഞാൻ വിളിച്ചതേ, അപ്പം എന്തുകൊണ്ട് വിശേഷം? ഇല്ല, വിശേഷം ഒന്നും പറയാൻ ഇപ്പൊ സമയമില്ല, ഡ്യൂട്ടിയും കഴിഞ്ഞ് ക്ഷീണിച്ച് ഞാൻ വന്നിരിക്കുകയാണ്, എനിക്ക് ഉറങ്ങണം. അപ്പൊ ഞാൻ പറഞ്ഞു, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? അല്ല എടാ, ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ നീ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. നീ എന്തോ ആവശ്യത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ ആവശ്യം എന്ന് വെച്ചാൽ പെട്ടെന്ന്, എനിക്ക് സംസാരിക്കാൻ നേരമില്ല, എനിക്ക് ഉറങ്ങണം. എന്നെ കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങോട്ട് പറയാം, എക്സ്ക്യൂസ് ഒന്നും പറയണ്ട, കാര്യം ഇങ്ങോട്ട് പറയാൻ സമയമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞ, എത്ര രൂപ എത്രയാന്ന് കൂടെ പറ. ഇത്ര രൂപ, ഓക്കെ എന്ന് പറഞ്ഞ് പുള്ളി ഫോൺ കട്ട് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പുള്ളി എത്രയും പൈസ ഇങ്ങോട്ട് അയക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മുമ്പിൽ നമുക്കിനി ഒരു ഇഞ്ച് തെറ്റിയാൽ താഴെ പോയ അഗാധമായ കൊക്കയാണെന്ന് തോന്നുന്ന വേളകൾ, മുന്നോട്ട് നോക്കിയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയാത്ത സാഹചര്യം. കാഴ്ചയാണ്, അത് യാഥാർത്ഥ്യമാണ്, കാഴ്ചയാണ്. പക്ഷെ കാഴ്ചപ്പാടാണ് അതിന്റെ നടുവിൽ നമ്മൾ കേൾക്കുന്ന ഒരു ദൈവശബ്ദം. സകല മനുഷ്യരും യാഥാർത്ഥ്യത്തിന്റെ കാഴ്ചകൾ കണ്ട് പേടിച്ച് വെറുങ്ങലിച്ച് അവരാകെ ഭീതിയിലും നിരാശയിലും കിടക്കുമ്പോൾ, കാഴ്ചപ്പാടുള്ള ഒരുവൻ, അത് ബാലനാണെങ്കിലും കൊള്ളാം, യുദ്ധാഭ്യാസം ഇല്ലാത്ത ആളാണെങ്കിലും കൊള്ളാം,
സീനിയർ ആണോ ജൂനിയർ ആണോ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. കാഴ്ചപ്പാടുണ്ടോന്നാ വിഷയം. ഈ കാഴ്ചപ്പാടുണ്ടെങ്കിൽ സ്തോത്രം, ആ വ്യക്തിയുടെ കൂടെ ദൈവം നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒരൊറ്റ വ്യക്തിയെ പറഞ്ഞുള്ളൂ. ഈ വ്യക്തി പറഞ്ഞ കാഴ്ചപ്പാടെന്ന് പറഞ്ഞ ചെറിയ കാഴ്ചപ്പാടൊന്നുമല്ല. ഈ ഈ കണ്ട ആൾക്കാർ മുഴുവനും 6 മുഴ ഉയരവും 1 ചാണ് നെടുപ്പവും 5000 ശേക്കൽ തൂക്കമുള്ള താമ്ര കവചവും കാൽച്ചട്ടയും വേലും ഇതെല്ലാം കൂടെ കണ്ട് കുന്തത്തിന്റെ അലകും ഇതെല്ലാം കൂടെ കണ്ടോണ്ടിരുന്നപ്പോ ദാവീദ് കണ്ട കാഴ്ച എന്നാന്ന് പറയട്ടെ. അതെ, എന്റെ ആട്ടിൻകുട്ടിയെ പിടിക്കാൻ ഒരു കരടി വന്നായിരുന്നു. ഞാൻ അതിനെ പിന്തുടർന്ന് അതിനെ വടിയും കൊണ്ട് അടിച്ച് അതിന്റെ വായിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചോണു. അത് എന്റെ നേരെ വന്നപ്പോ ഞാൻ എന്റെ താടിക്ക് പിടിച്ച് നിലത്തേക്ക് അടിച്ച് ഞാൻ അതിനെ കൊന്നു കളഞ്ഞു. ഒരു ദിവസം ഒരു സിംഹം വന്നു. ഇതുപോലെ തന്നെ അതിനെ ഞാൻ തലത്തേക്ക് പിടിച്ച് അടിച്ച് അതിനെ കൊന്നു കളഞ്ഞു. ഈ അഗ്രചർമ്മി അതിനേക്കാളും വലുതൊന്നുമല്ല. നിന്റെ ചുറ്റും നിൽക്കുന്ന സകലരും നിന്റെ സാഹചര്യത്തെ വ്യാഖ്യാനിക്കുന്നത് ഈ നിൽക്കുന്ന ആൾക്കാര് ഗോലിയാത്തിനെ വ്യാഖ്യാനിച്ചതുപോലെയാണോ? ദൈവത്തിലെ നിന്റെ സാഹചര്യത്തെ കാണുന്നവരും മുഴുവനും അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം ഭയങ്കര കഠിനമായ, ക്രൂരമായ, നിരാശ നിറഞ്ഞ, ഇരുട്ട് നിറഞ്ഞ വ്യാഖ്യാനമാണോ കൊടുക്കുന്നത്? ആയിക്കോട്ടെ, അവരങ്ങനെ ചെയ്യട്ടെ. പക്ഷേ എങ്കിലും അതിന്റെ നടുവിൽ കാഴ്ചപ്പാടിന്റെ ഹൃദയദൃഷ്ടി തുറന്നു കിട്ടിയ ഒരു ദൈവ പൈതല് കാണുന്നത് ഭയങ്കര ഡിഫറന്റ് ആയിരിക്കും. ഭയങ്കര തിരമാല അടിച്ചു വരുമ്പോ അവര് പറയും, ഈ തിരമാല ഈ പാറയിലെ ചെളി കഴുകിക്കളയല്ലാതെ ഇതിനെ പൊട്ടിക്കാനൊന്നും തിരമാലയ്ക്ക് ശക്തിയില്ല എന്ന് അവര് പറയും. വലിയ കൊടുങ്കാറ്റ് ഇങ്ങനെ ചീറിപ്പാഞ്ഞ് ഇപ്പം പടകിനെ മുക്കുമെന്നും പറഞ്ഞ് ഇങ്ങോട്ട് തിരമാലയ്ക്ക് ഇങ്ങനെ തല ഉയർത്തി വെല്ലുവിളിച്ചു വരുമ്പോൾ അവൻ സ്തോത്രം, അതിനകത്ത് നിന്ന് ഒരാൾ പറയും, ഈ പടകിൽ ആരാ ഉള്ളതെന്ന് നിനക്കറിയാവോ? കാറ്റേ അടങ്ങുക എന്നൊരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ നിന്റെ ഗർവം അവിടെ അടങ്ങും. കാരണം എന്റെ പടകിലുള്ളവൻ ഒരു വര വരച്ചേച്ച് സമുദ്രത്തോട് കൽപ്പിച്ചു, നിന്റെ തിരമാലകളുടെ ഗർവം ഇവിടെ അടങ്ങണം. അത് അവിടെ തലതല്ലി തീരുകയാണ്. എത്ര വലിയ തിരമാല ഇങ്ങനെ തലച്ചു വന്നാലും തമ്പുരാൻ വരച്ച വരയിൽ അത് അവിടെ അവസാനിക്കുകയാണ്. കർത്താവ് ഒരു വാക്ക് കൽപ്പിക്കുന്നത് കേൾക്കാൻ തുറന്ന കാതുകൾ, കർത്താവ് അരികിൽ വന്ന് നിൽക്കുന്നത് യോഹന്നാൻ കണ്ട ആ കാഴ്ച കാണാൻ തുറന്ന കണ്ണുകൾ, ആ കർത്താവിന്റെ പ്രസൻസ് അതിന്റെ ആഴത്തിൽ അനുഭവിക്കാൻ, ആ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്ന മനസ്സ്, ഇതാണ് കാഴ്ചപ്പാടിന്റെ ഇൻഗ്രീഡിയൻസ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഇതാണ്. കാഴ്ച അവിടെ നിൽക്കട്ടെ, കാഴ്ചപ്പാടിലേക്ക് നമുക്കൊന്ന് ഉയരാൻ ദൈവമക്കളെ. എന്താണ് കാഴ്ച? എഹെസ്കേലിനോട് ചോദിച്ചാൽ എഹെസ്കേൽ പറയും, ഞാനൊരു കാഴ്ച കാണുന്നു. എന്താ കാഴ്ച എന്നറിയാമോ? ഒരു താഴ്വര മുഴുവനും ഇങ്ങനെ ഉണങ്ങി വരണ്ട അസ്ഥികൾ ഇങ്ങനെ ചെതറിക്കിടക്കുകയാണ്. അപ്പൊ ഇത് കാണുമ്പോ കരച്ചിൽ വരികയാണ്. കാരണം ഇതെല്ലാം ഇസ്രായേൽ സൈന്യനിരയാണ്. ഇവര് വീണുപോയതാണ്. ഇവരെ വെട്ടിക്കൊന്ന് അവര് അഴുകി ചീഞ്ഞ് മാംസം എല്ലാം പോയി, അത് അസ്ഥി പോലും ഉണങ്ങി നിരന്ന് കിടക്കുന്ന കാഴ്ച കണ്ടോ? എത്ര ചെറുപ്പക്കാരാണ് ഇവിടെ വീണ് മരിച്ചു കിടക്കുന്നത്. ഇതൊരു മരണത്തിന്റെ താഴ്വര. ഇവിടുന്ന് അടിക്കുന്ന കാറ്റിന് പോലും മരണത്തിന്റെ ഗന്ധമാണ്. ഇവിടെ നിൽക്കുമ്പോൾ വല്ലാത്ത ഭീതി എന്നെ ചുറ്റി ബാധിക്കുകയാണ്. കാരണം അസ്ഥിക്കൂമ്പാരങ്ങളുടെ താഴ്വരയിലാണ്. അത് കാഴ്ചയാണ്. നീ കാഴ്ചപ്പാട് പറയാം. എഹെസ്കേലേ, നീ ആ അസ്ഥികളോട് പ്രവചിക്കാം. എന്റെ കർത്താവ് മനുഷ്യനോട് പ്രവചിച്ചിട്ട് കേൾക്കുന്നില്ല, പിന്നെ എന്തോ അസ്ഥിയോട് പ്രവചിക്കാനാ? അസ്ഥിയോട് പ്രവചിക്കുക, നീ ദൈവത്തിന്റെ ശബ്ദം കേൾക്ക എന്ന് പറഞ്ഞ് പ്രവചന ശബ്ദം വിളിച്ചു പറഞ്ഞപ്പോഴേക്ക് ഈ അസ്ഥിക്കെല്ലാം മൂവ്മെന്റ് ഉണ്ടായി. ഇത് ചലിക്കാൻ തുടങ്ങിയിട്ട് ഇത് തന്നെ പറന്ന് മൂവ് ചെയ്ത് ഉരുണ്ട് ഒരസ്ഥിയിലേക്ക് ചേർന്ന് അതും അടുത്തതിലേക്ക് ചേർന്ന് ഇത് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇതിങ്ങനെ ഒരു രൂപം ഉണ്ടായി. ഇങ്ങനെ സ്ട്രക്ചർ ആയിട്ട് മനുഷ്യന്റെ രൂപത്തിലേക്ക് അസ്ഥികളെല്ലാം അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അതിലേക്ക് മാംസമൊക്കെ വന്ന് പിടിക്കുകയാണ്. നീ കാറ്റിനോട് കൽപ്പിക്കുക,
നിഹതന്മാരുടെ മേൽ ഊതുക എന്ന് പറഞ്ഞ് കൽപ്പിച്ചത് ഇങ്ങനെ കാറ്റിങ്ങനെ വന്ന് ഇവരിലേക്ക് ഊതിയപ്പം ഒരു മഹാസൈന്യമായിട്ട് ഇവരിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എസ്കേലോട് പറഞ്ഞു, ഇസ്രായേലിന്റെ കാഴ്ച എന്താണെന്നറിയാമോ? ഇസ്രായേൽ മക്കൾ കാണുന്ന കാഴ്ച, അയ്യോ ഞങ്ങളുടെ പ്രതീക്ഷ നശിച്ചു, അയ്യോ ഞങ്ങൾ തീർത്തും തകർന്നു, അയ്യോ ഞങ്ങൾ ഉണങ്ങി വരണ്ട് ഇങ്ങനെ മരണതാഴ്വരെ കണ്ടോണ്ടിരിക്കുകയാണ് ഞങ്ങളെ ഭീതിപ്പെടുത്തുന്ന കാഴ്ചയെ കാണാനുള്ളൂ, നിരാശപ്പെടുത്തുന്ന കേൾവിയെ കേൾക്കാനുള്ളൂ, ഇരുട്ട് മൂടി നിൽക്കുകയാണ്, ഞങ്ങൾക്ക് അതല്ലാതെ വേറൊന്നും കാണാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല, ചിന്തിക്കാൻ പറ്റുന്നില്ല. മരണം, മരണം, ശൂന്യത. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അരികിൽ വന്ന് നിന്നപ്പോ പോലും ശൂന്യമായ കല്ലറയിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ടിരുന്ന മറിയെ പോലെ പുറകെ നിൽക്കുക കർത്താവ്. അവൾ അറിയുന്നില്ല. തോട്ടക്കാരനെന്ന ഈ ശൂന്യമായ കല്ലറയിലേക്ക് നോക്കുന്ന നാള് മുഴുവനും കർത്താവിനെ കാണാൻ പറ്റത്തില്ല. കർത്താവിനെ കണ്ടാൽ പോലും തോട്ടക്കാരൻ എന്നൊക്കെ തോന്നത്തുള്ളൂ. അവൻ സോദരം. പക്ഷെ കണ്ണുനീര് തുടച്ചിട്ട് ആ ശബ്ദം, മറിയേ എന്നൊരു ശബ്ദം കേട്ടതേ റബൂനി എന്ന് വിളിച്ചോണ്ട് ഓടി ചെല്ലുന്ന ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചയുണ്ട്. ഇന്ന് രാത്രി ശൂന്യമായ കല്ലറകളിലേക്ക് നോക്കുന്ന കാഴ്ച അവിടെ നിൽക്കട്ടെ. അരികിൽ വന്ന് നിൽക്കുന്ന കർത്താവിനെ കാണാനുള്ള കാഴ്ചപ്പാട് തുറക്കട്ടെ. അവൻ അസ്ഥി കൂമ്പാരങ്ങളുടെ താഴ്വരകളെ കാണുന്ന കാഴ്ച അവിടെ നിൽക്കട്ടെ. പക്ഷെ കാറ്റിനോട് കൽപ്പിക്കാൻ പറ്റിയ കാഴ്ചപ്പാട് നമ്മിലൊന്ന് തുറന്നു വരട്ടെ. ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി കർത്താവ് ആഗ്രഹിക്കുന്ന കാഴ്ചപ്പാട് തുറന്ന്, ആമേൻ, സ്തോത്രം, സ്തോത്രം, നമ്മുടെ നാവിലൂടെ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ട്. അതൊരു ഭയങ്കര ഡിഫറൻസ് ആണ്. ഇവിടെ ശൗല് പറയുന്ന വാക്കുകളും ദാവീദ് പറയുന്ന വാക്കുകളും താരതമ്യപ്പെടുത്തിയാൽ കാഴ്ചയുടെ റെപ്രസെന്റും കാഴ്ചപ്പാടിന്റെ റെപ്രസെന്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. കാഴ്ചയുടെ റെപ്രസെന്റേറ്റീവ് പറയുകയാണ്, അതിന്റെ 33-ാമത്തെ വാക്യം, നിനക്ക് പ്രാപ്തിയില്ല. ശൗൽ ദാവീദിനോട്, ഈ ഫെലിസ്തീനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു. കാഴ്ചയുടെ പ്രത്യേകതയാണത്. അത് കാഴ്ചയുടെ പ്രത്യേകത. നടക്കത്തില്ല, ഇതിവിടെ വെച്ച് തീരത്തേ ഉള്ളൂ, ഇതിഞ്ഞ് പ്രതീക്ഷയൊന്നും വെച്ചിട്ട് കാര്യമില്ല, എത്ര നാളെന്നും പറഞ്ഞോണ്ടാ, ഇനി എന്തോ പ്രാർത്ഥിക്കാനാ, തീർന്നേ, എന്തോരും പ്രാർത്ഥിച്ചു, ഇനിയൊന്നും കാര്യമില്ല, അതങ്ങ് വിട്ടേരെ, ഇനിയിപ്പോ പ്രതീക്ഷിക്കണ്ട. ഇതാണ് കാഴ്ച. ഇതാണ് കാഴ്ച. ഞാൻ കുറച്ചാൾ മുമ്പ് ബാംഗ്ലൂർ പോയപ്പോൾ ഞാൻ ശുശ്രൂഷിച്ച ആ സഭയിലെ ദൈവദാസൻ എന്നോടൊരു സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹത്തിന്റെ മോന് ഇപ്പൊ ആ മോന് +2 എങ്ങാണ്ട് പഠിക്കുക. അവന് ഒരു റെയർ ഡിസീസ് ഉണ്ടായി. 1,00,000 പേരിൽ ഒരാൾക്ക് എങ്ങാണ്ട് വരുന്ന ഒരു ഡിസീസാണ്. അതിനങ്ങനെ ട്രീറ്റ്മെന്റ് ഇല്ല. പതുക്കെ സ്ലോ ഡെത്ത് ആണ് അതിന്റെ അവസാനം. അപ്പൊ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആരോഗ്യമായിട്ട് ഓടിച്ചാടി നടന്ന ഈ പയ്യൻ ഇങ്ങനെ ഒരു രോഗാവസ്ഥയിലായി. അവൻ ICUലേക്ക് മാറുകയാണ്. ഇങ്ങനെ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അവനിങ്ങനെ ദിവസം ചെല്ലും തോറും പതുക്കെ 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 മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഡോക്ടർമാർ വന്ന് പറഞ്ഞു, ഇനിയിപ്പൊ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നേഴ്സുമാർ വന്ന് പറഞ്ഞു, ഒരു രക്ഷയില്ല. ഇദ്ദേഹത്തെ അറിയാവുന്ന മെഡിക്കൽ ഫീൽഡിലുള്ള ഓരോരുത്തരോട് ഇദ്ദേഹം വിളിച്ചു ചോദിച്ചു, ഒരു പ്രതീക്ഷയുടെ വാക്ക് എവിടുന്നെങ്കിലും കിട്ടുമോ? അവരെല്ലാം പറഞ്ഞു, രക്ഷയില്ല, ഇനി നടക്കില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ കൂടെ സെമിനാരി പഠിച്ച ആളുകളെല്ലാം കൂടെ ചേർന്നുള്ള ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ട്. ആ പ്രയർ ഗ്രൂപ്പില് പുള്ളി വളരെ സങ്കടത്തോടെ ഈ വിഷയങ്ങളെല്ലാം എഴുതി. അപ്പൊ ആ പ്രയർ ഗ്രൂപ്പിലെ 1-2 ദൈവദാസന്മാര് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു സൂം മീറ്റിംഗ് വിളിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ ദൈവദാസന ICUയിൽ ഇരിക്കുകയാണ്. ഈ കൊച്ചിന്റെ കിടക്കയുടെ അരികിൽ ഇരിക്കുമ്പോഴാണ് ഈ സൂം മീറ്റിംഗ് നടക്കുന്നത്. പെട്ടെന്ന് പുള്ളി ഓർത്ത്, അയ്യോ ഇപ്പൊ സൂം മീറ്റിംഗിന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഞാൻ ഈ ഹെഡ്ഫോൺ വെച്ച് ഇതിൽ കയറിയേക്കാം. പുള്ളി ഹെഡ്ഫോൺ കണക്ട് ചെയ്ത് നേരെ സൂം മീറ്റിംഗിൽ കയറി. ദൈവമക്കളെല്ലാം കൂടെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഈ ദൈവദാസന് ഒരു ആത്മപ്രേരണ ഉണ്ടായിട്ട് അദ്ദേഹത്തിന്റെ കൈ ആ കൊച്ചിന്റെ ദേഹത്തോട്ട് അങ്ങ് വെച്ചു. അദ്ദേഹം അങ്ങ് പ്രാർത്ഥിച്ചു. ഈ കൈ കൊച്ചിന്റെ ദേഹത്ത് വെച്ചത് കൊച്ചു കിടന്നങ്ങ് വിറയ്ക്കാൻ തുടങ്ങി. അപ്പൊ പുള്ളി വിചാരിച്ചു, ദൈവമേ, എന്റെ കൊച്ചു മരിക്കുകയാണോ? ആ ചിന്തയെ പുള്ളി ദൂരെ കളഞ്ഞിട്ട്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഈ ചിന്തയെ ശാസിക്കുന്നു എന്ന് പറഞ്ഞേച്ച് ശക്തമായിട്ട് ചിലതങ്ങ് വിളിച്ചു പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ കൊച്ച് എഴുന്നേക്കട്ടെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ കൊച്ചിന്റെ ശരീരത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
ആ ICUവിനകത്തിരുന്നുകൊണ്ട് ഈ മനുഷ്യൻ ആത്മാവിൽ നിറഞ്ഞു പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന കഴിഞ്ഞത് കൊച്ച് കണ്ണു തുറന്നു. കൊച്ചു വെട്ടി വേർത്തു. കൊച്ചിന് കഴിക്കാൻ ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഡോക്ടർമാർ വന്നിട്ട് ഇയാളെ വിടത്തില്ല. ഡോക്ടർമാര് ഈ അപ്പനെ വിളിച്ചിട്ട് ചോദ്യം ചെയ്യലാണ്, നിങ്ങൾ എന്താ കൊച്ചിന് കൊടുത്തേ? ഞാനൊന്നും കൊടുത്തില്ല. അല്ല, എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാൻ കൊടുത്തു? ഇല്ല, ഒരു ഫ്രൂട്ട്സും അല്ല, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഇത് വല്ലതും കൊടുത്തു? ഇല്ല, ഒന്നും. വേറെ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്ത് എന്തെങ്കിലും മെഡിസിൻ കൊടുത്തു? ഇല്ല, ഒന്നും ഇല്ല. ഈ നിങ്ങളുടെ കൊച്ചിങ്ങനെ എഴുന്നേക്കാൻ ചാൻസ് ഇല്ല. ഉള്ളൊരു ശരിയാ ഡോക്ടറെ, ഒരു ചാൻസും ഇല്ല. പക്ഷേ എന്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് ഡോക്ടർ ഉൾപ്പെടെ അറിയേണ്ടതിന് എന്റെ ദൈവം പ്രവർത്തിച്ച 3-ാം ദിവസം അവർ വീട്ടിൽ വന്നു. ആ കൊച്ചിനെ വിളിച്ച് എന്നെ മുമ്പിൽ നിർത്തി, പാസ്റ്റർ നോക്കിയേ, എന്റെ കൊച്ചിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കിയേ. നല്ല ആരോഗ്യമുള്ളവനായ കൊച്ചു നിൽക്കുക. സ്തോത്രം. ഇന്ന് രാത്രി കാഴ്ച അവിടെ നിൽക്കട്ടെ. കാഴ്ച നിന്നോട് പറയുന്ന വാക്കുകളെ, കാഴ്ച നിന്നോട് പറയുന്ന കൺക്ലൂഷൻസിനെ, കാഴ്ച വിശദീകരിച്ചു തരുന്ന, വ്യാഖ്യാനിച്ചു തരുന്ന ആ യാഥാർത്ഥ്യങ്ങളെ അവിടെ നിർത്തിക്കൊണ്ട് നമുക്കൊരു കാഴ്ചപ്പാടിന്റെ ലെവലിലേക്ക് ഉയരാൻ ദൈവമക്കളെ. കാഴ്ചയുടെ ലെവലാ ശൗല് പറഞ്ഞത്, നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനാ, നീ യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല, അവൻ യോദ്ധാവ്. ഇത് കാഴ്ച സമ്മതിച്ചു. പക്ഷേ കാഴ്ചപ്പാട് 45-ാമത്തെ വാക്യം തൊട്ടാണ്. അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ഫെലിസ്തീനോട് ദാവീദ് പറയാ, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. 2, യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും, നിന്റെ തല ചേച്ചികളെ എന്നൊക്കെ പറഞ്ഞിട്ട് 3, 46-ന്റെ അവസാനം ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. 47, യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടും അല്ല രക്ഷിക്കുന്ന നീ സംഘമെല്ലാം അറിയും. 47-ന്റെ അവസാനം യുദ്ധം യഹോവയ്ക്കുള്ളത്. 6 പ്രാവശ്യമാണ് ദൈവം, യഹോവ, ദൈവം, ദൈവം, ദൈവം. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. നമുക്ക് വിളിച്ചു പറയാൻ പറ്റുമോ ഇങ്ങനെ? തീർത്തും തകർന്ന് തരിപ്പണമായിരിക്കുന്ന ചിലതിനെ നോക്കിക്കൊണ്ട് നമുക്ക് വിളിച്ചു പറയാൻ പറ്റുമോ? ദൈവത്താൽ, യഹോവ കൂടെ ഉള്ളത് കൊണ്ട്, കർത്താവിന്റെ സഹായം ഉള്ളത് കൊണ്ട്, എന്റെ ദൈവം ജീവിക്കുന്നത് കൊണ്ട്, എന്റെ ദൈവം ഇന്നും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായതുകൊണ്ട്, എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി തീർന്നു പോയിട്ടില്ലാത്തത് കൊണ്ട്, ഇത് 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 കാഴ്ചപ്പാടിന്റെ ശബ്ദമാണ് ഈ കേൾക്കുന്നത്. കാഴ്ചപ്പാടിന്റെ ശബ്ദമാണ് ഇത്. ഇത് കർത്താവ് ആഗ്രഹിക്കുന്ന, നമ്മുടെ നാവ് കൊണ്ട് നമ്മളിത് വിളിച്ചു പറയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കലും ഒരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, ഈ രാജാവ് ഉൾപ്പെടെ കിടന്ന് വേദനിക്കുകയാണ്. ശത്രു കിടന്ന് വെല്ലുവിളിക്കുന്നു. ശത്രു വെല്ലുവിളിക്കുന്നു, വാടകോരിയിരിക്കുന്നു, ഇവിടെ പട്ടിണിയാണ്, നഗരം എത്ര നാള് മുന്നോട്ട് പോകും, ഭയങ്കര പട്ടിണിയും പരിവട്ടവും പ്രയാസവും ഭാരവും കിടക്കുമ്പോ ഒരു പ്രവാചകൻ നിന്ന് വിളിച്ചു പറയാ, നാളെ ഈ നേരത്ത് 24 മണിക്കൂറാ പറഞ്ഞു, 24 മണിക്കൂറിനകം ഈ പടിവാതിക്കൽ സമൃദ്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ കാഴ്ചയുടെ ആൾ ഇപ്പുറത്ത് നിൽപ്പുണ്ട്, ഒരു സൈന്യാധിപൻ. ദൈവം കിളിവാതിൽ തുറന്നുവെച്ച് മഴ പെയ്യ്ക്കുന്ന പോലെ ധാന്യം പെയ്ച്ചാൽ പോലും ഈ പറയുന്നത് നടക്കത്തില്ലെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ തിരിച്ചു പറഞ്ഞു, നീ അത് കാണും, പക്ഷെ തിന്നത്തില്ലെന്ന് പറഞ്ഞു. അതുപോലെ ഇതെങ്ങനെ പ്രവർത്തിച്ചെന്നറിയാമോ? 4 കുഷ്ഠരോഗികൾ കിടക്കുക അവിടെ. അപ്പൊ ഈ കുഷ്ഠരോഗികൾ പറയാം, നമുക്കെന്നാ ശത്രു സൈന്യത്തിന്റെ പാളയം വരെ ഒന്ന് പോയേക്കാം, എന്തായാലും ഇവിടെ കിടന്നാലും മരിക്കാം, അവിടെ ചെന്നാൽ എന്നാ പിന്നെ അവിടെ ചെന്നിട്ട് അവരുടെ കൈ കൊണ്ട് മരിക്കാം. ഇവര് 4 കൂടെ രാത്രി അങ്ങോട്ട് യാത്ര ചെയ്യുമ്പം 4 പേരാണ് ഇവിടെ മാർച്ച് ചെയ്യുന്നത്. പക്ഷെ ശത്രു സൈന്യം കേൾക്കുന്നത് സൈന്യനിരകൾ മാർച്ച് ചെയ്യുന്ന ശബ്ദമാണ്. ഇവര് ജഡോ ഇസ്രായേൽ സൈന്യത്തെയും ആ സൈന്യത്തെ ഇവര് വിളിച്ച് കൂട്ടി നമുക്കെതിരെ ഈ പട വന്നോണ്ടിരിക്കുകയാണ്, ഓടിക്കോ. 4 പേര് യാത്ര ചെയ്യുന്ന, 4 പേര് മാർച്ച് ചെയ്യുന്നതിനെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ മാർച്ച് ചെയ്യുന്ന സൈന്യത്തിന്റെ ശബ്ദമായിട്ട് എങ്ങനെ കേട്ടു? അതിനകത്ത് എന്താണ്? എങ്ങനെ നമുക്കതിനെ ഞാൻ വിചാരിക്കുകയാണ്, ഈ 4 പേര് ഇങ്ങനെ യാത്ര ചെയ്തപ്പോ ദാവീദിനോട് ഒരിക്കൽ പറഞ്ഞില്ലേ, ഈ ബാഖാവൃക്ഷങ്ങളുടെ അഗ്രങ്ങൾ കൂടി അണിയണിയായി നടക്കുന്ന ഒച്ച നീ കേൾക്കുമ്പോൾ പുറപ്പെടുക, നിനക്ക് വേണ്ടി സൈന്യം, ദൈവത്തിന്റെ സൈന്യം പുറപ്പെട്ടിരിക്കുന്നൊക്കെ പറഞ്ഞ പോലെ, ഈ 4 കുഷ്ഠരോഗികളും മാർച്ച് ചെയ്തപ്പോ അവരുടെ ഇടവും വലവും മുമ്പും പിൻപും 10,000-കണക്കിന് അഗ്നി സൈന്യം മാർച്ച് ചെയ്തു. കാഴ്ചപ്പാടുള്ള
4 പേര്, അവര് കുഷ്ഠരോഗികളാകട്ടെ, അവര് നിഷേധിക്കപ്പെട്ടവരാകട്ടെ, പാളയത്തിന്റെ പുറത്ത് അടച്ചിടപ്പെട്ട, ഇതൊന്നും അവരുടെ ജീവിതത്തിൽ ഇതൊന്നും ഓരോ ബാധിച്ച് നിരാശപ്പെട്ട് അവര് തയ്യാറായില്ല. അവര് അവരുടെ അകത്ത് ദൈവം അന്ന് രാത്രി കൊടുത്ത ആ നിർദ്ദേശത്തെ, അത് ദൈവത്തിന്റെ ഒരു ഈ പറയുന്ന ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. എത്ര തകർന്ന് തരിപ്പണമായ അന്തരീക്ഷത്തിലും ദൈവത്തിന് ഇൻസ്പിറേഷൻ പ്രാപിക്കാൻ കഴിയുന്ന അതല്ലേ കാഴ്ചപ്പാട്. എന്നാലേ അത് പറ്റത്തുള്ളൂ. കാഴ്ചപ്പാടില്ലെങ്കിൽ പറ്റില്ല ഇതൊന്നും. ആ മാർച്ച് ചെയ്ത ആ 4 പേരുടെ മുമ്പും പിൻപും ഇടവും വലവും അഗ്നി സൈന്യം മാർച്ച് ചെയ്തതുപോലെ ഇന്ന് രാത്രി നമുക്ക് വിശ്വസിക്കാം. എന്റെ ദൈവത്തിന്റെ സൈന്യത്തോട് കർത്താവ് കൽപ്പിച്ചാലുണ്ടല്ലോ, 24 മണിക്കൂറിനകത്ത് സാഹചര്യം മാറും. ഹല്ലേലൂയ. 24 മണിക്കൂറിനകത്ത് അത് അങ്ങനെ തന്നെ സംഭവിച്ചു. അങ്ങനെ തന്നെ ഇത് കാരണം എല്ലാവരും ഇരുട്ടാണ്, ഇവിടെ തീരുകയാണെന്ന് പറഞ്ഞപ്പോ ഒരുവൻ ഉണ്ടായത് ഇല്ല, ഇത് തീരത്തില്ല. 24 മണിക്കൂറിനുള്ളിൽ തമ്പുരാൻ പ്രവർത്തിക്കുമെന്ന് പറയാൻ ഇത് ഇത് വിളിച്ചു പറയണ്ടേ? അത് വെറുതെ പറയാൻ പറ്റുമോ? പബ്ലിക്കായിട്ടാ പറയുന്നത് വിശ്വാസത്തിന്റെ വാക്കുകൾ. ഇങ്ങനെ പറയുന്നവരാണ് ദൈവമക്കൾ. ശത്രു ബന്ധിച്ച് മുദ്ര വെച്ചാൽ സ്വർഗ കവാടം തുറക്കും എനിക്ക്. എല്ലാ വഴിയും മുദ്ര വെച്ച് എനിക്ക് നോക്കാനാ, എനിക്ക് ഉയരത്തിലേക്ക് നോക്കാനാ. എല്ലാം മുദ്ര വെച്ചാലും സ്വർഗ കവാടം തുറക്കുമെന്ന് പറയാൻ. അതാ ഞാൻ പറഞ്ഞത്. നമ്മുടെ നാവിലൂടെ വിളിച്ചു പറയാൻ കാഴ്ചപ്പാടിന്റെ വാക്ക്, അതാ ആ ദാവീദ് വിളിച്ചു പറഞ്ഞ ആ വാക്കുകൾക്ക് എനിക്ക് തോന്നുന്ന ഒരു ഏഹ്, ഒരു സൈന്യത്തിന്റെ വിലയുണ്ടായിരുന്നു കർത്താവിന് ആ വാക്കുകളെ സംബന്ധിച്ച്. ഒരുവൻ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, 3 സംവത്സരവും 6 മാസമായിട്ട് മഴ പെയ്യാതിരുന്നപ്പോഴാണ് പുള്ളി വിളിച്ചു പറഞ്ഞത്, പെരുമഴയുടെ ശബ്ദം എനിക്ക് കേൾക്കാം, രഥം പൂട്ടി ഓടിക്കോളാൻ പറഞ്ഞു. എന്തുറപ്പിൽ നീ പറഞ്ഞു? ദൈവം തന്ന ഉറപ്പിൽ പറഞ്ഞു. ഇതെങ്ങനെ സാധിച്ചു? കൈപ്പത്തിയോളം കൈപ്പത്തിയോളം മേഘം കണ്ടപ്പോ നീ എങ്ങനെ ഇതാണ് അകത്ത് ദൈവീകതയും ആത്മീകതയും കാഴ്ചപ്പാടും നിറഞ്ഞ വ്യക്തിക്ക് കിട്ടുന്നത് ദൈവീക ചിന്തകളാണ്. അതാണ് നെഹമ്യാവ് പറഞ്ഞത്. ഈ സൻബല്ലത്തും തോബിയാവും ഒക്കെ ഭയങ്കര ഭീഷണിയും അതവിടെ നിൽക്കട്ടെ, ഇത് കാഴ്ച. ഒരു കുറുക്കൻ കയറിയാൽ നിങ്ങളുടെ മതില് വീഴുവല്ലോടാന്നൊക്കെ പറഞ്ഞ് കളിയായിക്കൊണ്ട് നിൽക്കുക, അത് കാഴ്ച. അതവിടെ അവർ ചെയ്യട്ടെ. അത് ആ കാഴ്ച നടന്നുകൊണ്ടിരിക്കുമ്പം ഈ നെഹമ്യാവ് പറഞ്ഞതെന്നറിയോ? എന്റെ ദൈവം കാര്യം സാധിപ്പിക്കും. ദൈവത്തിന്റെ ദാസന്മാരെ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നിങ്ങൾക്ക് ഇവിടെ യാതൊരു കാര്യമില്ലെന്നാ പറഞ്ഞത്. ഇത് പറഞ്ഞതാണ്. ഇത് വാക്കുകൾ കൊണ്ട് പറഞ്ഞതാ, വാക്കുകൾ പറഞ്ഞതാ. അതാണ് ആ കലയെ പറഞ്ഞില്ലേ, യഹോവ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ദേശം കീഴടക്കും. വാക്കുകൾ പറഞ്ഞതാ. 84 വയസ്സുള്ളപ്പോൾ ഇത് തന്നെ പറഞ്ഞു. ഞാൻ പണ്ടത്തെ അത്ര ചെറുപ്പക്കാരനല്ലെങ്കിലും എന്റെ ആരോഗ്യം ഒട്ടും പോയിട്ടില്ല. കാരണം ദൈവം അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുക, അനാക്യ മല്ലന്മാരുടെ ആ സ്ഥലമില്ലേ, എനിക്ക് തന്നേരെ, ഞാൻ പോവാം. എല്ലാവരും എന്റെ കൂടെ വരണ്ട, എന്റെ ആളുകൾ മതി, ഞാൻ പോയി അവരെ കീഴടക്കി അവരെ തുടച്ച് വാക്കുകൾ വിളിച്ചു പറഞ്ഞതാ. ഇല്ലേ? ഈ സ്വന്തം മോൻ രാജസ്ഥാനത്ത് കയറി ദാവീദിനെ ഓടിച്ചിറക്കി, ശിമയി ശപിച്ച് തകർന്ന് അതുപോലത്തെ അന്തരീക്ഷത്തിന് നടുവിൽ ദാവീദ് എന്നെ വിളിച്ചു പറഞ്ഞേ, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. സ്തോത്രം. ഒരു വില്യം കേറി തന്റെ റൂമിലിരുന്ന് ദൈവവചനം ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്റെ ഭാര്യയ്ക്ക് ഭ്രാന്ത് പിടിച്ച് തൊട്ടപ്പുറത്തെ മുറി കിടന്ന് അലറുകയാണ്. അപ്പൊ ഒരാൾ വില്യം കേറിയോട് ചോദിച്ചു, ഇതെങ്ങനെ സാധിക്കുന്നു? നിങ്ങളുടെ ഭാര്യയല്ലേ അപ്പുറത്ത് കിടന്ന് അലറുന്നത്, ഈ മുറിയിലിരുന്ന് നിങ്ങൾ എങ്ങനെ ഈ ട്രാൻസ്ലേഷൻ ചെയ്യുന്നു? വില്യം കേറി പറയാ, എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു നിയോഗമുണ്ട്, അത് തീർക്കുന്നത് വരെ എന്റെ മനസ്സ് അടങ്ങിയിരിക്കില്ല. എന്റെ കാലിന്റെ ചുവട്ടിലെ സകല മണ്ണ് ഒലിച്ചു പോയാലും എന്റെ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി എന്റെ കണ്ണിൽ എനിക്ക് അതേ കാണാൻ പറ്റുന്നുള്ളൂ, എനിക്ക് അതേ കേൾക്കാൻ പറ്റുന്നുള്ളൂ, എനിക്ക് അതേ ഉള്ളൂ, വേറൊന്നുമില്ല. രാത്രി ഈ വചനത്തിന്റെ മുമ്പിൽ നമുക്കൊന്ന് പറയാൻ പറ്റുമോ, കർത്താവേ, എന്റെ കാഴ്ച എന്നോട് പറയുന്ന ഒക്കെ യാഥാർത്ഥ്യം, പക്ഷെ എനിക്കത് വേണ്ട, നീ കാഴ്ചപ്പാട് മതി.
ശൗല് കാണുന്നതൊക്കെ ശൗലിന്റെ ഒരു കാഴ്ച അനുസരിച്ച് കണ്ടോട്ടെ. പക്ഷേ വെറും ബാലനായിരുന്നപ്പോൾ എന്റെ തലയിൽ അഭിഷേക തൈലം ഒഴിച്ച ഒരു സ്വർഗമുണ്ട്. ആടുകളുടെ പുറകെ നടന്നപ്പോൾ എന്നെ തേടി എന്നെ ഞാൻ ആ ഉത്സവം നടക്കുമ്പോൾ വീട്ടിൽ ഭയങ്കര വിരുന്ന് നടക്കുമ്പം എന്നെ വിളിച്ചില്ല, ഞാൻ അവിടെ ഇല്ല. പക്ഷെ എന്നെ വിളിക്കാൻ ആളെ വിട്ട് അവിടെ കൊണ്ടുവരിച്ച് എന്റെ തലയിൽ അഭിഷേകത്തിന്റെ എണ്ണ ചൊരിഞ്ഞ ഒരു ദൈവമുണ്ട്. നമുക്കൊരു ഹിസ്റ്ററി ഉണ്ട്, നമുക്കൊരു ലെഗസി ഉണ്ട്, നമ്മുടെ പുറകിൽ ദൈവത്തിന്റെ പദ്ധതിയുടെ ഒരു ചരിത്രമുണ്ട്. അതുള്ളത് കൊണ്ട് ധൈര്യത്തോടെ ഒരു കാഴ്ചപ്പാട് നമുക്ക് രൂപപ്പെടുത്താം. ഇന്ന് രാത്രി കാഴ്ചയെ നമുക്കൊന്ന് മാറ്റി വെച്ചേച്ച് കാഴ്ചപ്പാടിന്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് ഉയർന്നു കയറാം. അതിനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മെ ഭാരപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന ആ കാഴ്ചകൾ അതിനെ അന്യപ്പെടുത്തിക്കൊണ്ട് കർത്താവിനോട് ഇന്ന് രാത്രി പറയാം, എന്റെ ദൈവമേ, എന്റെ കണ്ണുകളില് അങ്ങയുടെ കാഴ്ചയൊന്ന് പതിപ്പിച്ചതാ. എന്റെ മനസ്സ് മുഴുവനും അങ്ങയുടെ ദർശനം ഒന്ന് നിറച്ചതാ. എന്റെ ഹൃദയവും എന്റെ ചിന്തയും മൊത്തത്തിൽ ഒന്ന് ട്രാൻസ്ഫർമേഷൻ ഒരു കംപ്ലീറ്റ് അതിനെ ഒന്ന് രൂപപ്പെടുത്തി ഒരു പുതിയ ദൈവത്തിന്റെ ചിന്തയിലൂടെ ചിന്തിക്കാൻ, ദൈവത്തിന്റെ കണ്ണിലൂടെ കാണാൻ, ദൈവത്തിന്റെ ചിന്തയിലൂടെ ചിന്തിക്കാൻ എന്നെ സഹായിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ വിധേയപ്പെടുത്താം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.